അധം പതിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തരം താഴ്ന്നുകൊണ്ടിരിക്കുന്ന മഹാദുഃഖകരമായ കാഴ്ചയാണ് നാം ഇന്നും എന്നും കണ്ടുവരുന്നത്. കൊള്ള, കൊലപാതകം, ബലാത്സംഗം അങ്ങനെ പോകുന്നു. 2 വയസ്സായ പിഞ്ചു കുഞ്ഞിന് പോലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നത്തേത്. സഹോദരങ്ങളെ, എല്ലാ തിന്മയുടെയും മൂലകാരണം പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അത് ലഹരിയാണെന്നാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാ തിന്മയുടെയും മാതാവ് ലഹരിയാണെന്ന്. സഹോദരങ്ങളെ, ഒരാഴ്ച മുൻപ് നാം പത്രത്തിൽ വായിച്ചില്ല ഒരു വാർത്ത, പിതാവ് മകനെ തലക്കടിച്ചു കൊന്നുവെന്ന്. ഏറെ ദുഃഖത്തോടു കൂടിയാണ് നാം ആ വാർത്ത വായിച്ചത്. പക്ഷേ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ആ മകൻ എല്ലാ ദിവസവും മദ്യപിച്ച് വരികയും എന്നിട്ട് പിതാവിനെയും മാതാവിനെയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഒടുവിൽ സഹിക്കവയ്യാതെയായപ്പോൾ ജന്മം നൽകിയ അച്ഛൻ തന്നെ ആ കൊടും ക്രൂരത ചെയ്തു. ഇത്തരത്തിലുള്ള എത്ര വാർത്തകളാണ് നാം ഓരോ ദിവസവും വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അപകടം? നിങ്ങൾ ഉപയോഗിക്കുന്ന ഹാൻഡ്സിന്റെയും പാൻപരാഗിന്റെയും പാക്കറ്റിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം അത് തേളിന്റേതാണ്. എന്താണ് തേള്? മനുഷ്യനെ 4 വശവും ഇറുക്കി കൊല്ലാൻ ശേഷിയുള്ള മാരകമുള്ള വിഷമുള്ള ഒരു ജീവിയാണ് തേള്. ഈ സന്ദേശം എഴുതി വെച്ചുകൊണ്ടാണ് ഇതെല്ലാം വിൽപ്പന നടത്തുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നും എഴുതി വെച്ചുകൊണ്ട് വിൽപ്പന നടത്തുമ്പോഴും യാതൊരു മടിയും കൂടാതെയാണ് നാം അത് വാങ്ങിച്ച് കഴിക്കുന്നതും കുടിക്കുന്നതും ചെയ്യുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, 2008 നടത്തിയ ഒരു സർവേ അനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു വർഷം കഴിക്കുന്ന അരിയുടെ ശരാശരി കണക്ക് 3500 കോടിയാണെങ്കിൽ ഒരു വർഷം കുടിച്ചു നിൽക്കുന്ന മദ്യത്തിന്റെ ശരാശരി കണക്ക് 1-2 കോടിയല്ല, 10,000 കോടിയാണ്. 10,000 കോടി. സഹോദരങ്ങളെ, 1990-കളിൽ മദ്യമടക്കം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ശരാശരി പ്രായം 23 വയസ്സിന് മുകളിലായിരുന്നെങ്കിൽ 2010 ആയപ്പോഴേക്കും അത് 13 വയസ്സായി മാറിയിരിക്കുന്നു എന്നതൊരു ദുഃഖകരമായ സത്യമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ എങ്ങനെയാണ് കുട്ടികൾ തുടങ്ങുന്നതെന്ന്? മുതിർന്നവർ വലിക്കുന്നതും കുടിക്കുന്നതും കാണുമ്പോൾ കുട്ടികൾ അതിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു കടലാസ് എടുത്ത് ചുറ്റി വലിക്കുന്നു, പിന്നെ അത് ബീഡിയായി, സിഗരറ്റായി, ഹാൻഡ്സായി, പാക്കറായി, പിന്നീട് അത് ബിയറായി, വിസ്കിയായി, സ്കോച്ചായി, അങ്ങനെ പോകുന്നു അതിന്റെ ഉപയോഗം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ജ്യേഷ്ഠന്മാരെ, ഇതിനൊരു മാറ്റം വേണം. അതിനാണ് MSM ഇന്ന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഒന്നാമതായി, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങളാണ് ഞങ്ങൾക്ക് മാതൃകയാകേണ്ടത്. നിങ്ങൾ മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക. രണ്ടാമതായി, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കച്ചവടക്കാരെ, നിങ്ങൾക്കുമില്ലേ മക്കളും കുടുംബവുമെല്ലാം, നിങ്ങൾ രഹസ്യമായും പരസ്യമായും വിറ്റു തീർക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് മുതൽ വിൽക്കില്ല എന്ന് തീരുമാനിക്കുക. അതിലൂടെ ലഭിക്കുന്ന ലാഭം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. അങ്ങനെയെങ്കിൽ ലഹരി വിമുക്തമായ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. അതിലെ നിങ്ങളും ഈ തലമുറയിൽ പങ്കാളിയാവുക. ഇത്രയും നേരം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും കൂട്ടുകാർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾ സദാ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.